പ്രാദേശിക ഹെൽത്ത് സെന്ററിലെ ചികിത്സാ സൗകര്യങ്ങൾ അട്ടിമറിക്കുന്ന മുക്കം നഗരസഭാ ഭരണസമിതിയുടെ നടപടിക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കാസിം പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക ഹെൽത്ത് സെന്ററിലെ ചികിത്സാ സൗകര്യങ്ങൾ മുക്കം നഗരസഭാ ഭരണസമിതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കാസിം പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. മിതമായ നിരക്കിൽ സാധാരണക്കാർക്ക് ലഭ്യമാകേണ്ട എക്സ്റേ സേവനം മാസങ്ങളായി നിലച്ചതും ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണ് നഗരസഭ സർക്കാർ സംവിധാനങ്ങളെ തകർക്കുന്നതെന്നും CPM നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ലോബികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാൻ ആരോഗ്യ കേന്ദ്രത്തിലെ എക്സ്റേ യൂണിറ്റ് മനഃപൂർവ്വം പ്രവർത്തിപ്പിക്കാത്തതാണെന്നും CK കാസിം ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ കഴിഞ്ഞ 10 വർഷക്കാലമായി തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആതുര ശുശ്രൂഷാലയം എങ്ങനെ തകർക്കാമെന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടാണ് ഈ മുക്കത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനെ കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ ഈ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ MLAയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ചില ഒത്താശക്കാരും ഒക്കെ തന്നെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിനെ തകർത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പൊതുജനാരോഗ്യം എവിടെ എത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ICUവിൽ നിന്ന് ആരോഗ്യമന്ത്രി രാത്രി 3:30 മണിക്ക് ചാടിയിറങ്ങി കാറിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന രൂപത്തിലേക്ക് ആരോഗ്യരംഗം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കെട്ടിട നിർമ്മാണത്തിനായി മുൻ MP രാഹുൽ ഗാന്ധി അനുവദിച്ച ഫണ്ട് ഏറ്റെടുക്കാതെ നഗരസഭ പാഴാക്കി കളഞ്ഞതും CHCക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തതെന്നും ഇത് പൊതുജനങ്ങൾ ചർച്ച ചെയ്യണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ജിഹാദ് തറോൽ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് സെൻ്ററിലെ സേവനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുൻപോട്ട് പോകുമെന്നും യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകി. ചടങ്ങിൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് AM അബൂബക്കർ, മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷെരീഫ് വെണ്ണക്കോട്, വൈസ് പ്രസിഡന്റ് MK യാസർ, സലാം തെച്ചിയാട്, സാദിഖ് കാദിയോട്, ആഷിഖ് നരിക്കോട്, ശിഹാബ് മുണ്ടുപാറ, മിദ്ലാജ് മുണ്ടുപാറ, ഫാസിൽ മുത്താലം, ആഷിഖ് പുളപ്പൊയിൽ, നസീർ കല്ലുരുട്ടി, ദളിത് ലീഗ് നേതാക്കളായ പ്രസാദ് പെരിങ്ങാട്, നാരായണൻ, മുനിസിപ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അൻവർ മുണ്ടുപാറ, അബ്ദുറഹ്മാൻ PC തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.